ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സീ ഓട്ടർ അഥവാ നീർനായയെ പറ്റിയാണ്. ഏറ്റവും ചെറിയ കടൽ സസ്തനിയാണ് സീ ഓട്ടർ അഥവാ നീർനായ. ഇവയുടെ ശരീരത്തിൽ നിറയെ മൃദുവായ രോമങ്ങളാണ്. കല്ല് ഉപയോഗിച്ച് മുളസ്കുകളുടെ പുറന്തോട് പൊട്ടിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. ഇവയുടെ ശാസ്ത്രീയ നാമം എൻഹെഡ്ര ലൂട്രിസ് എന്നാണ്. നീർനായയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നു. അതിൻ്റെ കാരണം അവയുടെ ശരീരഘടന തന്നെയാണ്. നീർനായകളെ അധികവും കാണാൻ കഴിയുന്നത് നദികൾ, തടാകങ്ങൾ, തോടുകൾ, കടലോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ്. നീർനായകളുടെ സ്പീഷീസുകൾ ചിലത് മധുരജലത്തിൽ ജീവിക്കുമ്പോൾ ചിലത് ഉപ്പുവെള്ളത്തിൽ കാണാനായി സാധിക്കുന്നു. നീർനായ താമസിക്കുന്നതിനുള്ള കൂടുകൾ ഉണ്ടാക്കുന്നത് ജലത്തിന് സമീപം കുഴികളോ പാറക്കുഴികളോ ആയാണ്. നീർനായകളുടെ പ്രധാന ഭക്ഷണം മത്സ്യങ്ങൾ, കഴുത്തൻ, ചെമ്മീൻ, നത്തോലി, തവളകൾ, ചെറിയ പക്ഷികൾ, ചെറിയ സസ്തനികൾ മുതലായവയാണ്. ഇവ വെള്ളത്തിനടിയിൽ നീന്തി വേട്ടയാടുന്നതിൽ വളരെ സമർത്ഥരാണ്. നീർനായകൾ തീരത്തേക്ക് വരികയും അവയ്ക്ക് ലഭിച്ച ഇരയെ പൊട്ടിച്ചു തിന്നുകയും ചെയ്യുന്നു. നീർനായകൾ സാധാരണയായി വർഷത്തിൽ ഒരിക്കൽ പ്രജനനം നടത്തുന്നു. പെൺനീർനായ ഒരു സമയത്ത് 1 മുതൽ 3 വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഇവയുടെ ഗർഭകാലം 60 മുതൽ 90 ദിവസത്തോളം നീളുന്നു. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുന്ന സമയത്ത് കണ്ണുകൾ അടഞ്ഞാണ് ഇരിക്കുക. നീർനായകളിൽ അമ്മ അവയെ പാലൂട്ടി വളർത്തുന്നു. ഏകദേശം 2 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ നീന്താൻ പഠിക്കും. നീർനായകൾ വളരെ കളിവാസനയുള്ളവരാണ്. വെള്ളത്തിൽ ചാടിയും ചുറ്റിയും കളിക്കുന്നു. ഇവ കുടുംബമായി ജീവിക്കാറുള്ളവരും തമ്മിൽ സഹകരണത്തോടെ വേട്ടയാടുന്നവരുമാണ്. ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ 6 മുതൽ 8 മിനിറ്റ് വരെ ശ്വസനമില്ലാതെ നീന്താൻ സാധിക്കും. ഇവയുടെ രോമം ഇവയെ തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം, ആസാം, പശ്ചിമ ബംഗാൾ, ഉത്തരകിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ കാണാൻ കഴിയുന്നു. നീർനായകളെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു. നീർനായകൾ 8 മുതൽ 12 വർഷം വരെ ജീവിക്കുന്നു. സംരക്ഷണ അവസ്ഥയിൽ 15 തൊട്ട് 20 വർഷം വരെ ജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.